PSC ലൈഫ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരു വീഡിയോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. LP-UP ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജനുവരി 29 ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെ തുടർന്ന് എല്ലാ ജില്ലയിലും ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിലായിട്ട് ഇൻ്റർവ്യൂ ആരംഭിക്കുന്നുണ്ട്. ജനുവരി 29 ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ അതിൻ്റെ മെസ്സേജുകൾ എല്ലാ ജില്ലയിലെയും കാൻഡിഡേറ്റ്സിന് എത്തിയിരിക്കും. നിങ്ങൾ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. അത് ഇന്ന ഒരു പ്രത്യേക ഓർഡറിലല്ല അവർ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ ആർക്കാണ് ആദ്യത്തെ ഇൻ്റർവ്യൂ അലോട്ട്മെൻറ്റുകൾ ലഭിച്ചിട്ടുള്ളത് എന്ന്. ഇതിനെ പറ്റിയുള്ളൊരു എന്താണ് നമ്മൾ LP-UP ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തെല്ലാമാണ് കയ്യിൽ വെക്കേണ്ടത് എന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. ഇൻ്റർവ്യൂവിന് ആദ്യത്തെ അലോട്ട്മെൻറ്റ് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതിനും 2 ആഴ്ച മുമ്പാണ് സാധാരണയായിട്ട് നമുക്ക് മെസ്സേജ് വരുന്നത്. 2 വിധത്തിൽ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഫോണിൽ മെസ്സേജ് ആയിട്ട് വരും. രണ്ടാമത്തേത് നമ്മുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരുന്നതായിരിക്കും. ഇങ്ങനെ നമ്മുടെ PSC പ്രൊഫൈലിൽ അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് നമ്മുടെ ഇൻ്റർവ്യൂ മെമ്മോ വരുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രൊഫൈൽ തുറന്നാൽ ഫസ്റ്റ് തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻ്റർവ്യൂ തീയതി ലഭിക്കാത്തവർ തീർച്ചയായും തുടർച്ചയായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മിക്കവാറും അവർക്ക് ഫെബ്രുവരിയിൽ തന്നെ അവസാനമായിട്ടോ അല്ലെങ്കിൽ മാർച്ചിൽ ആദ്യ ആഴ്ചയിൽ തന്നെയോ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം. അതിനാൽ നിങ്ങളെ പ്രൊഫൈൽ റെഗുലർലി ചെക്ക് ചെയ്യുക എന്നതാണ് അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഇൻ്റർവ്യൂ മെമ്മോ നമുക്ക് ലഭിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടാവും. അതാണ് ബയോഡാറ്റ ഫോം. ഇൻ്റർവ്യൂ മെമ്മോൻ്റെ കൂടെയാണ് ഈ ബയോഡാറ്റ ഫോം ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് ഫിൽ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഡിഗ്രി ഉള്ള വ്യക്തികളാണെങ്കിൽ, ഇപ്പോൾ LP നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ അതിൽ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ബയോഡാറ്റ ഫോം 28, അതും ഡിഗ്രി ഇല്ലാത്തവരാണെങ്കിൽ 28A എന്ന ഫോമുമാണ് പ്രിൻ്റ് എടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഡിഗ്രി ഉള്ളവർ ഫോം 28ഉം ഡിഗ്രി ഇല്ലാത്തവർ ഫോം 28Aയും ആണ് പ്രിൻ്റ് എടുക്കേണ്ടത്. ഇത് നമ്മുടെ ഇൻ്റർവ്യൂ മെമ്മോയുടെ ഒപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ മെമ്മോ എന്തായാലും പ്രിൻ്റ് എടുത്ത് കൈവയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വയ്ക്കേണ്ട ഒന്നാണ് OTV സർട്ടിഫിക്കറ്റ്. നമുക്ക് എല്ലാവർക്കും തന്നെ LP ഒരുവിധം എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. വെരിഫിക്കേഷൻ UP നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രൊഫൈലിൽ OTV വന്നിരിക്കും. LP വെരിഫിക്കേഷൻ കഴിഞ്ഞവരുടെ എല്ലാവരുടെയും എത്തിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ OTV സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. മറ്റൊരു കാര്യം, ബയോഡാറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബയോഡാറ്റ ഫോമിലെ എല്ലാ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുകയും നിങ്ങളുടെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഫില്ല് ചെയ്യുക. ചിലർ അവിടെ വെച്ച് ഫില്ല് ചെയ്യാം എന്നുള്ളവരുണ്ടാവും. അതല്ല, ഇവിടെ നിന്ന് നമുക്ക് ഫിൽ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അത് അങ്ങനെ കൊണ്ടുപോകാം. അവിടെ വെച്ച് ടെൻഷൻ അടിച്ച് അത് കറക്റ്റ് അല്ലാതെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഫിൽ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ആ ഫിൽ ചെയ്യുന്നത് ഏത് ലാംഗ്വേജ് ആണ് എന്നുള്ളത് നിഷ്കർഷിക്കുന്നില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ഏതാണ് കോൺഫിഡൻസ്, ആ ലാംഗ്വേജിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. മലയാളത്തിൽ ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഇംഗ്ലീഷിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം, തെറ്റുകൾ വരുത്താതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ബയോഡാറ്റ പ്രിൻ്റ് എടുക്കുമ്പോൾ 2 or 3 എണ്ണം എടുക്കുക, കയ്യിൽ വയ്ക്കുക. അപ്പോൾ ആദ്യത്തേൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് ഒന്ന് എക്സ്ട്രാ ഉണ്ടല്ലോ, പിന്നെ അത് വീണ്ടും പ്രിൻ്റ് എടുക്കാൻ പോവുക എന്ന് പറയുന്നത് ഒരു ഡ്യൂട്ടി ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. മറ്റൊന്ന്, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ വെരിഫൈഡ് ആണെങ്കിൽ കൂടി ഈ എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്പം അതിൻ്റെ എല്ലാം എക്സ്ട്രാ ഓരോ കോപ്പീസ് നിങ്ങളുടെ ഫയലിൽ സൂക്ഷിക്കുക. അവിടെ ആവശ്യമുണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ
നിങ്ങളുടെ ഫയലിൽ OTV സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പ്രിൻ്റ് എടുത്ത നിങ്ങളുടെ ഇൻ്റർവ്യൂ മെമ്മോ, ബയോഡാറ്റ ഫോം ഫിൽ ചെയ്തതോ ഫിൽ ചെയ്യാത്തതോ, ഒപ്പം നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും, ലാസ്റ്റ് വൺ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, എല്ലാം ഓരോന്ന്. ഇതെല്ലാം തന്നെ കയ്യിൽ വെക്കേണ്ടതാണ്. 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒപ്പം തന്നെ ഒരു പെൻ നിങ്ങളൊപ്പം കയ്യിൽ വെക്കേണ്ടതാണ്. അതിനവിടെ വെച്ച് ചിലപ്പോൾ നമുക്ക് സൈൻ ചെയ്യാനും വെരിഫിക്കേഷൻ ചെറിയ പ്രോസസ്സുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പെന്നും നിങ്ങളുടെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഇൻ്റർവ്യൂ മെമ്മോയിൽ പറയുന്ന സമയം എത്രയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും അവിടെ എത്താൻ ഉള്ളൊരു സമയം കണക്കാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, മറ്റു ജില്ലയിൽ നിന്ന് ആണ് നിങ്ങൾ വരുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ ആ ജില്ലയിൽ, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ജില്ലയിൽ, ഇൻ്റർവ്യൂ എന്നത് മിക്കപ്പോഴും നിങ്ങളുടെ എക്സാം എഴുതിയത് എവിടെയാണ് ആ ഒരു പ്ലേസിലായിരിക്കും. അതായത് നിങ്ങളുടെ സ്വന്തം ജില്ലയിലല്ല, എവിടെയാണ് അപേക്ഷിച്ചിരിക്കുന്ന ജില്ല, ആ ജില്ലയിലായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ. അതിനാൽ തന്നെ ആ ജില്ലയിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ഇപ്പോൾ രാവിലെ 7:30 സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂകളുണ്ട്. 7:30 അവിടെ എത്തേണ്ട കാര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനോ ബസ്സിനോ ഒക്കെ വരാൻ അസൗകര്യമാണെങ്കിൽ തലേദിവസം തന്നെ ആ ജില്ലയിൽ സ്റ്റേ ചെയ്യാനുള്ളൊരു സൗകര്യം ഇപ്പോൾ തന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാന സമയത്ത് ഓടേണ്ടി വരില്ല. അപ്പം അതിനുള്ളൊരു റെസിഡൻസിനുള്ളൊരു സൗകര്യം നിങ്ങൾ അന്വേഷിക്കുക. അതിനനുസരിച്ച് നിങ്ങളവിടെ അതിനുള്ളൊരു ഐഡിയ നിങ്ങളുടേതായി കണ്ടെത്തുക. ഫ്രണ്ട്സ് വഴിയോ ആരെങ്കിലും വഴിയൊക്കെ അന്വേഷിച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്ത് നിങ്ങളവിടെ ആവശ്യമായ താമസ സൗകര്യം സെറ്റാക്കണം. അതല്ല ആ സമയത്തേക്ക് നിങ്ങൾക്ക് എത്താൻ സൗകര്യമുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ റെയിൽവേ ആണെങ്കിൽ അതിൻ്റെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് മനസ്സിലാക്കി അങ്ങനെ നിങ്ങൾക്ക് നേരത്തെ എത്താവുന്നതായിരിക്കാം. അവിടെ വെച്ചൊരു റീവെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അതിനാണ്. നമ്മുടെ എല്ലാ ID കാർഡ്, ഇതോടൊപ്പം തന്നെ ID കാർഡ് മസ്റ്റാണ്. നമ്മൾ ഓൾറെഡി ID കാർഡ് വെരിഫിക്കേഷൻ കൊണ്ടുപോയതാണ് എങ്കിൽ പോലും നമ്മുടെ ID കാർഡ് ഏതൊക്കെയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ആധാറായിരിക്കും അവിടെ ചെക്ക് ചെയ്യുക. എന്നാലും നമുക്ക് വോട്ടേഴ്സ് IDയോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടെങ്കിൽ 1 or 2 കയ്യിൽ വയ്ക്കാവുന്നത് നല്ലതാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം, എങ്കിൽ പോലും ഒരു പ്രിപ്പറേഷൻ ക്ലാസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഡെമോ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ വിഷയത്തിൻ്റെയും ഡെമോ ക്ലാസ്സുകൾക്ക് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. മറ്റ് കറണ്ട് അഫയേഴ്സ് തീർച്ചയായും ഒരു 2 ആഴ്ചയിൽ, തീർച്ചയായും 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ കറണ്ട് അഫയേഴ്സ് നമ്മൾ PSCക്ക് പഠിക്കുന്ന പോലെയല്ല. സംഭവങ്ങൾ എന്താണെന്നും അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അതെല്ലാം തന്നെ നമ്മൾ തീർച്ചയായും ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സംഭവം, ആ ഒരു വ്യക്തി, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിട്ടായിരിക്കണം പോകേണ്ടത്. ഒരൊറ്റ ചോദ്യം കൊണ്ട് നിർത്തുന്ന തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ഒന്നും തന്നെ ഇൻ്റർവ്യൂവിന് ചോദിക്കാറില്ല. തീർച്ചയായും അതിനാൽ പത്രവായനയാണ് നമ്മുടെ പ്രധാനം. അന്നത്തെ പത്രം വരെ വായിച്ചിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മൾ ബാച്ച് നമ്പർ, സീരിയൽ നമ്പറൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പോകാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഇൻ്റർവ്യൂ മെമ്മോയിലുള്ള ബാച്ച് നമ്പർ, അതുപോലെ സീരിയൽ നമ്പർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് അത് നമ്മൾ വേറൊരു പേപ്പറിലാക്കിയിട്ട് ഫയലിൽ എഴുതി വെക്കുകയാണ് ചെയ്യുക. കാരണം പെട്ടെന്ന് നോക്കിയാൽ കിട്ടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എന്തെങ്കിലും എക്സ്ക്യൂസസ് ഉള്ളവർ, ഇപ്പോൾ ഗർഭിണികളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ, മക്കളായിട്ടൊക്കെയുള്ള മുലയൂട്ടുന്ന അമ്മമാർ, അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ടെങ്കിൽ അതവിടെ പറയാം. വെരിഫിക്കേഷന് ചെല്ലുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, അത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കൺസിഡർ ചെയ്യും. അവർ വേഗം വെരിഫിക്കേഷൻ ചെയ്ത് വിടും. അത് ഞാൻ കണ്ടതാണ് ഞാൻ വെരിഫിക്കേഷന് പോയപ്പോൾ. അതന്നെ ഇവിടെയും നമ്മൾ അതൊന്ന് പറയാം. അവരറിയിച്ചാലാണല്ലോ അവർക്ക് അറിയുള്ളൂ നമുക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി സെക്ഷനിൽ 2-3 പേരുണ്ടാവും. അവരെ നമ്മൾ അറിയിക്കുക. നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള നമുക്ക് നേരത്തെ ഇൻ്റർവ്യൂ നടത്തുകയോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് ഒരിക്കലും മറച്ചു വെക്കരുത്. നിങ്ങളുടെ ആവശ്യമാണ്, അതവരെ അറിയിക്കുക, അതവർ പരിഗണിക്കും. ഇതെല്ലാമാണ് പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ
5 ഡോക്യുമെൻറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുക. അത് പ്രിൻറ്റ് ചെയ്ത് വെക്കാനുള്ളതൊക്കെ പ്രിൻറ്റ് ചെയ്ത് വെക്കുക, ഫില്ല് ചെയ്യാനുള്ളത് ഫില്ല് ചെയ്ത് വെക്കുക. ആ ഒരു സമയത്തെ ഹറിബറി ഒഴിവാക്കാനായിട്ട് വളരെ നേരത്തെ ഇതെല്ലാം ചെയ്ത് വെക്കുക. അവസാനത്തെ 2 ദിവസം ഫ്രീ ആയിട്ട് നമുക്ക് നമ്മൾ ഇതേവരെ പ്രിപ്പയർ ചെയ്തത്, നമ്മൾ LP UP പരീക്ഷയ്ക്ക് ചെയ്തതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഒന്ന് ഓടിച്ചു നോക്കാനും അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്യാനുള്ളൊരു ടൈമായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ മുൻപേ തന്നെ നമ്മൾ റെഡിയാക്കി വയ്ക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.